ഈ വ്യാഴത്തിൻ്റെ പകർച്ച കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞവ ഏതൊക്കെയാണ്, ആ നക്ഷത്രക്കാർ എന്തൊക്കെ ചെയ്യും, അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഒരു ലഘു വിശദീകരണം കൂടെ തരിക. മേടക്കൂറുകാർക്ക് 3-ലേക്ക് വ്യാഴം പോകുന്നു. കർക്കിടകക്കൂറുകാർക്ക് 12-ലേക്ക് വ്യാഴം വരുന്നു. വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിലേക്ക് വ്യാഴം വരുന്നു. മകരക്കൂറിലേക്ക് 6-ലേക്ക് വ്യാഴം വരുന്നു. ഈ 4 കൂറുകാർക്കാണ് ദോഷമുണ്ട് എന്ന് പറഞ്ഞത്. അതായത് അശ്വതിയും ഭരണിയും കാർത്തികക്കാല് കൂടുന്ന മേടക്കൂറുകാർ, പുണർതത്തിൻ്റെ മുക്കാലും പൂയവും ആയില്യവും വരുന്ന കർക്കിടകക്കൂറുകാർ, വിശാഖത്തിൻ്റെ അവസാന ഭാഗവും അനിഴവും തൃക്കേട്ടം വരുന്ന വൃശ്ചികക്കൂറുകാർ, ഉത്രാടവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യം ഭാഗവും വരുന്ന മകരക്കൂറുകാർ. ഈ 4 കൂറുകാർ ഇവർ ഈ ഒരു വർഷം ചെയ്യേണ്ട പ്രാർത്ഥനകളെക്കുറിച്ച് ആദ്യമായിട്ട് പറയാം. വൈഷ്ണവ പ്രാർത്ഥന, വിഷ്ണുവിൻ്റെയും ശ്രീരാമൻ്റെയും നരസിംഹത്തിൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് വ്യാഴത്തിൻ്റെ പകർച്ചയ്ക്ക് വേണ്ടതെന്നുള്ള സംശയം. ചുരുക്കം പറഞ്ഞാൽ വഴിപാടിനകത്ത് നമ്മൾ ഇടയ്ക്ക് ഭഗവാന് പാൽപ്പായസം കഴിച്ചു പോവുക, ഭഗവാന് തുളസിമാല കഴിക്കുക, തുളസിപ്പൂ നടയ്ക്ക് സമർപ്പിക്കുക, മഞ്ഞ ഉടയാട സമർപ്പിക്കുക, അതുപോലെ തിരുമുടിമാലയായിട്ട് തുളസിമാല കഴിക്കുക, മഞ്ഞപ്പൂ കൊണ്ട് താമരപ്പൂ കൊണ്ടൊക്കെ തിരുമുടിമാല കഴിക്കുക. അതുപോലെ തന്നെ ത്രിമധുരം അതിഗംഭീരമാണ്, അദ്ദേഹത്തിന് കദളിപ്പഴം നിവേദിക്കുക.